എന്നോടൊപ്പം ദീപു എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ദീപു കഴിഞ്ഞ 3-4 ദിവസമായി വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ദീപുവിന് കുറച്ച് സമയം ഇത്തവണ കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ദീപു, വളരെയധികം സ്വാഗതം. ദീപുവിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ദീപു വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇന്ന് പല ആളുകളും ചർച്ചയിൽ പറയുന്നത് ഈ വിദേശ രാഷ്ട്രങ്ങളിലുള്ളത് സമാനമായ കടുത്ത നിയമങ്ങൾ വേണം, അല്ലെങ്കിൽ ഇതിങ്ങനെ തുടരുമെന്നൊക്കെയാണ്. അപ്പോൾ ദീപുവിന് ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ദീപു ഈ പ്രശ്നം തടയാൻ ഒരു വഴി കാണുന്നത്? അല്ല, കടുത്ത നിയമങ്ങൾ വിദേശത്ത് ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ അവിടെയും നിയമങ്ങളൊക്കെ ഉണ്ട്. മറ്റേ കുറച്ചുകൂടെ ഈ കാടൻ നിയമങ്ങളില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, ഇവിടെ നമ്മൾ ആ നിയമത്തിന്റെ കുറവോ അല്ലെങ്കിൽ മറ്റുള്ള തലതാഴ്ത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. ഏതൊരു സമൂഹത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ കണ്ടെത്തുകയും കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. എല്ലാവിടെയും എല്ലാം തികഞ്ഞ ആൾക്കാരാണ്. അമേരിക്കയിലൊക്കെ പിള്ളേര് വെടിവെച്ച് കൊല്ലുന്നില്ലേ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോയിട്ട്? ഇതൊക്കെ ഏത് പ്രബുദ്ധതയുടെ കൂടുതൽ കൊണ്ടിട്ടാണ് അവിടെ പോയി കൊല്ലുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്തും ഓരോ വരും. പക്ഷെ എനിക്ക് ഈ കഴിഞ്ഞ ശ്രോതാവ് പറഞ്ഞത് അരോചകമായിട്ടാണ് തോന്നിയത്. മനു ഒരു വർഗത്തിന്റെ മാത്രം പ്രശ്നമാണ് ഇത്. അവര് ആ വർഗത്തിന്റെ അതങ്ങനെയാവുന്നത്. ഇത് ഒരു ഫിനാൻഷ്യലി അപ്പർ ക്ലാസ്സിൽ ഈ സാധനം നടക്കുന്നില്ലേ? അവര് പുറത്ത് പറയുന്നില്ല. പുറത്ത് അവര് അതിന്റെ ഉള്ളിൽ തന്നെ അവര് ഇത് ആക്കി നിർത്തുന്നു. അവരുടെ പിന്നെ അവരുടെ സ്റ്റാറ്റസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് അവിടെ പിടിച്ചു നിർത്തുന്നു. ഇത് എല്ലാവിടെയും ഉണ്ടാകുന്നുണ്ട്. ഇത് ബേസിക് ആയിട്ട് നമ്മളിപ്പോ ഈ കുട്ടി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം ചോദിക്കുന്നവരെയാണ് ആദ്യം നമ്മൾ ശിക്ഷിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയാണ്. ആ കുട്ടി അതിന്റെ മനോനില, അതിന്റെ കാര്യങ്ങള്, അതിന്റെ മനോനിലയിലുള്ള പോക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കുട്ടിക്ക് അറിയില്ല. പക്ഷെ ഇതിനെ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്നവരുടെ എല്ലാം പ്രായമുള്ളവരാണ്. അവരെല്ലാം പ്രായപൂർത്തിയായവരാണ്. ഈ നിയമം അറിയുന്നവരാണ്. അപ്പൊ ഈ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി, കുട്ടി തന്നെ ഇങ്ങോട്ട് വരികയാണെന്ന് കരുതുക. അപ്പൊ തന്നെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി വിടുക, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കുട്ടികളാണ്, ഇത് നിയമത്തിന്റെ പുറത്ത് ഇതിങ്ങനെയൊക്കെയാണ്, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു വിടേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള നിയമമുള്ള നാടാണെന്ന് ഇവർക്കറിയാമല്ലോ. എത്രയോ കേസുകൾ വരുന്നു, എത്രയോ പേര്. സൂര്യനെല്ലി കേസിലെ അതിന്റെ ജഡ്ജി തന്നെ പറഞ്ഞ കാര്യം അറിയാലോ. ഇത് വിധിച്ച ജഡ്ജി, ആ കുട്ടി കുറ്റക്കാരിയാണെന്ന് പറഞ്ഞ് വിധിച്ച ജഡ്ജി പറഞ്ഞ എന്താ, ആ കുട്ടിക്ക് കുട്ടിയാണെന്ന് പറഞ്ഞ ഒരു ജഡ്ജി നമ്മുടെ നാട്ടിൽ. അങ്ങനെ ബോധമില്ലാത്ത കുറെ മനുഷ്യര് രഹസ്യമായി പറഞ്ഞാണ്. പക്ഷെ റിപ്പോർട്ടർ ക്യാമറയിൽ രഹസ്യമായിട്ട് പറയാൻ പാടില്ലല്ലോ. അയാളുടെ ഉള്ളിലിരിപ്പ് അതാണെന്നാണ്. ഉള്ളിലിരിപ്പ് അതായത് കൊണ്ടാണ്. അതെ. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. ഈ കുട്ടിയുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കുറവാണ്, അത് രാത്രി വന്നു മദ്യപിച്ചു, ഇതൊക്കെ പറയുകയാണെങ്കിലും ഇതിനകത്ത് ആ വരുന്നവനൊരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഈ അച്ഛനും അമ്മയും കുറ്റപ്പെടുത്തുക എന്നുള്ളതിനൊക്കെ ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ പക്ഷെ അച്ഛനും അമ്മയും കാര്യങ്ങൾ നോക്കണം. കുട്ടികളുടെ അടുത്ത് നമ്മൾ ഇടപെടണം. അവര് സ്കൂളിൽ നിന്ന് വരുമ്പം ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഉള്ളവര് സ്വയം വിമർശനമായിട്ട് എടുക്കുകയാണ് കേട്ടോ. കുട്ടികൾ വരുന്നു, ആ സ്കൂളിലെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ബോറടിയാണ്. മതിയായി എന്ന് പറഞ്ഞാൽ നമ്മൾ മാറാതെ നമ്മൾ അത് കേട്ടിരിക്കുക, ഗുഡ് ലിസണർ ആവുക എന്നുള്ളതാണ്. കുട്ടികളുടെ മുന്നിൽ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂർ ആ കുട്ടികൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് ഗുഡ് ടച്ച് ചെയ്താ, ബാഡ് ടച്ച് ചെയ്താ, മറ്റേതാ, എങ്ങനെ ഏതാ, ഇതെല്ലാം പറയാം. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഉണ്ട്. ഇവിടെ നമ്മുടെ ഈ വകുപ്പുകളുടെ ഒരു ഏകോപനം ഇതിനകത്ത് വരാണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സ് അവരും അമ്മയൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ അച്ഛനും ആയിരിക്കും. ഒരു കുട്ടി ഓവറായിട്ട് ആക്ഷൻസ് കാണിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയിൽ നമുക്ക് പെട്ടെന്ന് കാണാത്ത ഭാവവ്യത്യാസം വരുന്ന സമയങ്ങളിൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട്, വേറെ ഒന്നുമല്ല, ഭാവവ്യത്യാസം വരുന്ന സമയങ്ങളിൽ ആ കുട്ടിയെ നോട്ട് ചെയ്ത് ആ കുട്ടിക്ക് ആ സ്കൂളിലെ ഇന്റേണൽ ഒരു ടീം ഒരു ഈ ചോദിച്ചാനും പറയാനും ഉള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ മുന്നിലേക്ക് അവർ കൊണ്ടുവന്ന് വളരെ സമാധാനപരമായി ചോദിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ. പിന്നെ മൊബൈൽ ഇപ്പൊ ടെക്നോളജി വളർന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല നമ്മൾ നോക്കേണ്ടത്. അതിനെ എങ്ങനെ കവർ ചെയ്യാൻ നമുക്ക് കാര്യങ്ങൾ ഏറ്റെടുക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ ഈ സ്കൂളില്, അതുപോലെ വീടുകളില് ഇതുപോലെയുള്ള കൃത്യമായ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കണം. ഈ കുട്ടി എന്ന് പറയുന്നത് നിരപരാധിയായ കുട്ടിയാണ്. ആ കുട്ടിക്ക് അറിഞ്ഞൂടെ? നേരത്തെ ഓരോരുത്തർ ചോദിക്കുന്നത്, അതായത് ഈ കുട്ടി ആദ്യമേ ചിലപ്പോൾ ഒരു തെറ്റ് പറ്റിക്കാണും, ആ കുട്ടിക്ക് തെറ്റ് പറ്റി. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി മറക്കാനായിട്ട് പാടുപെടാണ്. വീട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, നാട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെ ഭീഷണിപ്പെടുത്തി ഓരോരോ കാര്യങ്ങളിലായിരിക്കും ഇങ്ങനെ പോയിട്ടുണ്ടാവുക. ഏത് സമയം എന്നിട്ട് ഈ കുട്ടി സ്കൂളിൽ ഒരു ഇതിനകത്തല്ലേ ഇപ്പൊ ഇത് പുറത്ത് പറഞ്ഞത്. സ്കൂളുകളിൽ ഒരു കൗൺസിലർമാരുണ്ട്,
പല സ്കൂളുകളിലും ഉണ്ട്. അവർ അങ്ങനെ അതുവഴിയാണ് ഇതിപ്പോ ഇത് പുറത്തറിഞ്ഞത്. അങ്ങനെ പുറത്തേക്ക് പറയാനുള്ളൊരു മനസ്സ് നമ്മുടെ സ്കൂളുകളിലുണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ നമ്മളെല്ലാം ജോലിക്ക് പോയി ചിലപ്പോൾ കുട്ടികളോട് നമ്മൾ രാത്രി വരുന്നു, ആ പഠിച്ചോന്ന് ചോദിക്കുന്നു, ഹോംവർക്ക് ചെയ്തോന്ന് ചോദിക്കുന്നു, അതിന്റെ അപ്പുറം. പക്ഷെ സ്കൂളുകളിലാണ് അവർ കൂടുതൽ ചെലവെടുക്കുന്നത്. അവിടെ കൃത്യമായ ഒരു ഇന്റേണൽ ടീം ഉണ്ടാകേണ്ടതുണ്ട്. ഈ പറയുന്ന കുട്ടികളുടെ ഭാവവ്യത്യാസങ്ങളും അവര് ചിലപ്പോൾ ഈ കാര്യം സഹപാഠികളോട് ചിലപ്പോൾ തുറന്നു പറയും, സുഹൃത്തുക്കളോട് പറയും. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക? ആ ഒരു കാര്യത്തില് നമ്മൾ കൂടുതൽ ആൾക്കാർ വന്ന് അവർക്കൊരു പിന്നെ ഇപ്പൊ എല്ലാ ദിവസവും എല്ലാ പീരീഡും പഠനം തന്നെ ആവണമെന്നില്ല. അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പുറമേന്ന് ആൾക്കാർ വന്നിട്ട് ആ കുട്ടികളോടൊക്കെ സംസാരിച്ച് പാട്ടുപാടി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കാര്യങ്ങൾ വരും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, അത് മൊബൈലാണെന്നാ മൊബൈൽ എറിഞ്ഞുടക്കി അല്ലെങ്കിൽ ഇത് കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നതിനകത്തൊന്നും ഒരു അർത്ഥമില്ല. ഇത് നാളെയും സംഭവിക്കും. പക്ഷെ നമ്മൾ അതിന് കരുതൽ എടുത്തിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ മനു പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടില്ല. പക്ഷെ അത് വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. നോക്കൂ, കഴിഞ്ഞ 4 ദിവസത്തെ ചർച്ച ഹണി റോസും മറ്റേ ഈ ബോച്ചയുമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനകത്ത് ഒരു പ്രേക്ഷകൻ, അതായത് ശിവജി തൃശ്ശൂർ എന്ന് വിളിക്കുന്ന ആള് പേര് മാറ്റി രവീന്ദ്രൻ തൊടുപുഴ എന്ന് വന്നിട്ട് വളരെ ഈ ഒരു ചാനലിൽ സംസാരിക്കാൻ പറ്റുക, ഇത് സ്ത്രീയുടെ ശരീരം ഉപഭോഗ വസ്തു എന്ന നിലയിൽ കോവളത്ത് പോയി അയാൾ നോക്കിയിരിക്കുമെന്ന്. മനു അതിനകത്ത് അങ്ങനെ അയാളെ വിട്ടുവിടാൻ പാടില്ല. ഇത്തരം വൃത്തികെട്ട വർത്തമാനം സ്ത്രീകൾക്കെതിരെ പറയുന്നവരത് ഏത് ചാനലിന്റെ ഏത് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങേ അറ്റത്തെ വൃത്തികേടാണത്. അത് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ്. കോവളത്ത് പോയി അയാൾ നോക്കി അതിന് നടക്കട്ടെ, ഞങ്ങൾക്ക് നോക്കാം. ഇതെന്ത് വൃത്തികേടാ മനു? ഒരു ചാനലിൽ സംസാരിക്കേണ്ട കാര്യമാണ്. മനു നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നൊരു ചെറിയ അഭ്യർത്ഥന കൂടെ എനിക്കുണ്ട്. ഞാൻ അത് ഉൾക്കൊള്ളുന്നു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം.